അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ AK ലതീഷ് തുടരുന്നുണ്ട്. ലതീഷ്, നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ലോറിയുടെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയ കാഴ്ചകൾ അത് ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഈ അർജുൻ്റെ മകൻ്റെ കളിപ്പാട്ടം അടക്കമുള്ള വസ്തുക്കൾ ലോറിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അർജുൻ എത്രത്തോളം കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് കൂടിയായിരുന്നു. ഒരുപക്ഷെ ആ ഒരു ഇതിൽ കൂടെ മനാഫ് എന്ന ഒരു വ്യക്തിയുടെ ഒരു സ്നേഹം കൂടിയാണ് മനസ്സിലായത്. അർജുനെ കണ്ടെത്താൻ വേണ്ടി 72 ദിവസവും ആ ശിരൂരിൽ മനാഫ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അർജുൻ എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു അത്. ആര്യ, തീർച്ചയായും ഈ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. കുട്ടൻ എന്ന പേരിലാണ് ഈ നാട്ടിൽ അർജുൻ അറിയപ്പെട്ടിരുന്നത്. പൊതുരംഗത്ത് DYFI അതേപോലെ തന്നെ CPIMൻ്റെയും എല്ലാം സജീവ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കൂടി ആളുകൾക്ക്, നാട്ടുകാർക്ക് അത്രത്തോളം സുപരിചിതനും അത്രത്തോളം സ്നേഹനിധിയുമായിരുന്നു അർജുൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു നാടിൻ്റെ വികാരമായി അർജുൻ്റെ വിയോഗം മാറുന്നത്. അല്ലെങ്കിൽ കാണാതായത് മുതൽ ഒരു നാട് ഒരുമിച്ച് അർജുനായി കാത്തു നിന്നത്, അർജുനെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലിൻ്റെ ദ്രുതഗതിയിലാക്കണം എന്നവർ ആവശ്യപ്പെട്ടത്. ആ നിലയിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. ആ അർജുൻ ഈ നിലയിൽ തിരിച്ച് വീട്ടിലെത്തും എന്ന് വീട്ടുകാർ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം മണ്ണിടിച്ചിലുണ്ടാകുന്നു. ജൂലൈ 16-നാണ് രാവിലെ അർജുൻ അവസാനമായി വീട്ടിലേക്ക് വിളിക്കുന്നത്. 8:30യോടുകൂടി ഫോൺ ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുന്നു. എന്നാൽ തുടക്കത്തിൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തിരച്ചിൽ ഉണ്ടാകുന്നില്ല എന്ന വലിയ പരാതി ഉയർന്നു. സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെടുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയക്കുന്നു. സംസ്ഥാന മന്ത്രിമാരായ മുഹമ്മദ് റിയാസും അതേപോലെ തന്നെ AK ശശീന്ദ്രനും ശിരൂരിലേക്ക് പോകുന്നു. ജനപ്രതിനിധികളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അർജുൻ്റെ തിരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നു. തുടർന്ന് കർണാടക സർക്കാർ ദ്രുതഗതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ആദ്യ 2 ഘട്ടങ്ങളിലെയും തിരച്ചിൽ വിഫലമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് 3-ാം ഘട്ടത്തിൽ ഡ്രഡ്ജർ എത്തിച്ച് നടത്തിയ തിരച്ചിലാണ് അർജുൻ്റെ മൃതദേഹം ബുധനാഴ്ച ലോറിയും അതേപോലെ തന്നെ ലോറിക്കുള്ളിൽ നിന്ന് മൃതദേഹഭാഗവും കണ്ടെത്താൻ കഴിയുന്നത്. തുടർന്ന് കാർവാർ ആശുപത്രിയിലെ DNA പരിശോധനയെല്ലാം പൂർത്തിയാക്കി ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ജന്മനാട്ടിലേക്ക് പുറപ്പെട്ടത്. 6 മണിക്ക് തന്നെ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തി. അവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി AK ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി. ഒരു 8 മണിയോടുകൂടി തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് നമ്മളിപ്പോൾ നിൽക്കുന്ന അർജുൻ്റെ കണ്ണാടിക്കലിലെ ഈ വസതിയിലേക്ക് എത്തും. ഇവിടെ മൃതദേഹം അല്ലെങ്കിൽ അർജുൻ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ അർജുൻ്റെ വാഹനത്തിൽ നിന്ന്, ട്രക്കിൽ നിന്ന് കണ്ടെടുത്ത കളിപ്പാട്ടങ്ങളടക്കമുള്ളവ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച തന്നെയായിരുന്നു. വീട്ടിലേക്ക് നിരന്തരം വിളിക്കുക, അത് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് മകനെയും അമ്മയെയും അച്ഛനെയും ഭാര്യയെയും സഹോദരിയെയും എല്ലാം മാറി മാറി വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാലും വീട്ടിലെ ഒരു അംഗമായി തന്നെ അർജുൻ ഈ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിലേക്കാണ് ഇനി അർജുൻ്റെ ചേതനയറ്റ മൃതദേഹം എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരിക്കലും താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള വലിയ ഒരു ദുഃഖത്തിലാണ് ഈ നാട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ 72 ദിവസമായി ഈ നാട് ഈ നിലയിൽ തന്നെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം നമ്മൾ നിരവധി തവണ ഈ വീട്ടിലെത്തി വീട്ടുകാരുമായും നാട്ടുകാരുമായും സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ നിലയിൽ ഈ നാട്ടുകാരുടെ ഒരു വികാരം എന്നുള്ള നിലയിൽ ഈ നാട്ടുകാരുടെ എല്ലാം കണ്ണിലുണ്ണിയായ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ വീട്ടിലേക്ക്, കണ്ണാടിക്കലിലെ അർജുൻ്റെ വസതിയിലേക്ക് നിരവധിയായ ആളുകൾ, ഈ പ്രദേശവാസികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങി നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഒരു 8 മണിയോടുകൂടി തന്നെ വീട്ടിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തുടർന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മൃതദേഹം വീടിനുള്ളിൽ കുടുംബാംഗങ്ങൾക്കും മറ്റു ബന്ധുമിത്രാദികൾക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി മാറ്റും. തുടർന്ന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പൊതുദർശനം നടക്കുന്ന വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവരും. ഈ വീട്ടുമുറ്റത്താണ് പൊതുദർശനം നടക്കുക. ഇവിടെ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്ന മുഴുവൻ ആളുകൾക്കും
അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരം നൽകിയ ശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. വീടിനോട് ചേർന്ന് തന്നെയാണ് അർജുന് ചിതയൊരുക്കിയിരിക്കുന്നത്. ശരി.